സിഎംആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ഇഡി. എസ്എഫ്ഐഒ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. വീണാട്ടി അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് നീക്കം. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ടെന്ന പ്രതികളുടെ വാദം പോലീസ് തള്ളിയിരിക്കുകയാണ്. സിഎംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ തെളിവുകൾ തേടിയുള്ള നീക്കത്തിലാണ് ഇഡി. എസ്എഫ്ഐഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾക്കായി കമ്പനികാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയെ ഇഡി സമീപിച്ചു കഴിഞ്ഞു. 54 വാല്യങ്ങളിലായുള്ള 134 രേഖകൾ വേണമെന്നാണ് ആവശ്യം. എക്സാലോജിക്കും സിഎംആർഎല്ലും 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ വിശദാംശങ്ങൾ തുടങ്ങിയ രേഖകൾ ഇതിൽ ഉൾപ്പെടും. വീണയടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഇഡിയുടെ നിർണായക നീക്കം. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനം കാരണമാണെന്ന CPM പ്രവർത്തകരുടെ വാദം പോലീസ് തള്ളി. പ്രതിഷേധത്തിനായി പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയത് സംഘടിതമായിട്ടാണെന്നും കയ്യിൽ കല്ലുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പ്രതികളുടെ നിലവിലെ റിമാൻഡ് കാലാവധി അവസാനിക്കുമ്പോൾ കോടതിയെ ഇക്കാര്യങ്ങൾ പോലീസ് അറിയിക്കും. റിമാൻഡ് പരമാവധി നീട്ടുക എന്നതാണ് ലക്ഷ്യം. ഗൂഢാലോചന തെളിയിക്കാൻ പ്രതികളുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. ഇതിനിടെ പിടിയിലായ SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിനെ കേരള സർവകലാശാലയിലുണ്ടായ 2 സംഘർഷ കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.